തൃക്കടിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതി. ക്ലാസ് റൂമിൽ വർത്തമാനം പറഞ്ഞു എന്ന കാരണത്താൽ ഹിന്ദി അധ്യാപകനായ നൌഷാദ് 9ാം ക്ലാസ് വിദ്യാർത്ഥി ആദിഷിന്റെ മുഖത്തടിച്ചു എന്നാണ് ആരോപണം. അല്ല, സാറിന് പീരീഡ് ഉണ്ടായിരുന്നില്ല, അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി വന്നാണ്. അത് ഒരു 10 മണിയൊക്കെ ഉണ്ടാവും, 10:30 ഉണ്ടാവും. വർത്താനം പറഞ്ഞതിന്റെ പേരിലാണ് തല്ലി. ഇതിന്റെ മുമ്പേയും തല്ലിയിട്ടുണ്ട്. അല്ല, അവിടെ ഇന്ന് പറയായിരുന്നു, ലീവായവരുടെ കാര്യമൊക്കെ പറയായിരുന്നു. അപ്പൊ തല്ലി ആള് ഇതിന് മുമ്പ് എന്നെ തല്ലിയായിരുന്നു. അതേപോലെ ഈ 2 കോളറിലും പിടിച്ചിട്ട് തല എടുക്കുകയോ ചെയ്തായിരുന്നു ഇരുമ്പിന്റെ അതില്. നൗഷാദ്. തലവേദന ഉണ്ട് ഇപ്പോഴും. അതെ, 2 കൈ കൊണ്ട് തല്ലിയതാണ്. അവിടെ കുട്ടികളെ ഉണ്ടായിരുന്നു, ക്ലാസ്സിലെ സ്റ്റുഡൻസ്. ഞാൻ ഇതിന്ന് ക്യാൻറ്റീനിൽ നിന്ന് വിളിച്ചു പറയത്, അച്ഛനെ വിളിച്ചു പറയത്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഇവർ രണ്ടാളും അങ്ങോട്ട് വന്നപ്പോൾ അച്ഛനെ തല്ലാൻ വരികയൊക്കെ ചെയ്തു, മാഷ് തല്ലാൻ വരികയൊക്കെ ചെയ്തു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ചെറുപ്പുളശ്ശേരി കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷയം ചോദ്യം ചെയ്ത ആദിഷിന്റെ പിതാവിനെയും അധ്യാപകൻ നൌഷാദ് ആക്രമിക്കാൻ വന്നതായി പിതാവ് മോഹൻദാസ് പറഞ്ഞു. അതെ, മാഷോട് സംസാരിച്ചായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മാഷൊന്നും ചെയ്യണ്ട, ഞങ്ങളോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി. ഈ മാഷ് വടി കൊണ്ട് അടിച്ചാലും കുഴപ്പമില്ല, വേറെ ഒന്നും ചെയ്യരുതേ. മാഷ് ചുമരുമ ഇടിച്ച് കയറ്റുക, ഞങ്ങളുടെ ഒരുപാട് ഇടിക്കുക, മുഖത്തേക്ക് ഇടിക്കുക, അങ്ങനെ മറ്റേ തല മുഴച്ചായിരുന്നു ബാക്ക്. ഇപ്പോഴും തലവേദന ഉണ്ടാവനെ. അതെ, പക്ഷേ എന്നിട്ട് ചോദിക്കാൻ പോയപ്പോൾ എന്നെ ആക്രമിക്കാൻ വരിക മാഷ്. അതന്നെ ഞാൻ ചോദിച്ചു, മാഷോടൊന്ന് പറഞ്ഞതല്ലേ, ഇതിനു മുന്നേ പറഞ്ഞില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, മാഷൊന്നും ചെയ്യരുതേ. അപ്പോൾ പിന്നെ എന്തിനാ മാഷ് ആക്രമിക്കുന്നതെന്ന് വെച്ചപ്പോൾ മാഷ് എന്നെ ആക്രമിക്കാൻ വരും. അപ്പോൾ മൂപ്പര് അവരൊപ്പമുള്ള ആൾക്കാർ പിടിച്ച് മാറ്റിയത്. മറ്റേ മാഷ്മാരൊക്കെ കൂടെ പിടിച്ച് രണ്ടാം പ്രാവശ്യമാണ് ഇതിപ്പോൾ. ഞങ്ങൾക്ക് വിടാൻ തന്നെ പേടിയാണ് സ്കൂളിലേക്ക്. സത്യം പറഞ്ഞു, എന്ത് ജീവൻ, എന്ത് സുരക്ഷ ഉണ്ട് അങ്ങനെയാകുമ്പോൾ? ഒരു മാഷ് ഇതേപോലെ ക്രൂരമായി അക്രമം കാണിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയോട് നമുക്ക് എന്ത് സുരക്ഷ കൊണ്ട് വിടാം? നമുക്കൊരു ധൈര്യം വേണ്ടാണ്ട് വിടാം. അധ്യാപകൻ നിരന്തരം വിദ്യാർത്ഥികളെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടെന്നും മുൻപും സമാനമായ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും വിദ്യാർത്ഥി വൺ ന്യൂസിനോട് പറഞ്ഞു. സ്കൂളിൽ നിരവധി തവണ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല തവണ പ്രധാന അധ്യാപികയ്ക്ക് പരാതി നൽകിയിട്ടും വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന രീതി തുടരുകയാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധമുണ്ടാകുമെന്നും SFI ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. PTM സ്കൂളുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടല്ല PTM സ്കൂളിനകത്ത് ഇങ്ങനൊരു വിഷയം നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വിഷയം അറിഞ്ഞ സ്ഥിതിക്ക് തന്നെ ഈ രക്ഷിതാക്കളുമായിട്ട് ബന്ധപ്പെടലും രക്ഷിതാക്കൾ നമ്മളും നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു വിഷയം അറിഞ്ഞപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രധാന അധ്യാപകയെ 2 വട്ടം SFI ജില്ലാ കമ്മിറ്റി മെമ്പർ വിളിക്കുന്ന സ്ഥിതിയുണ്ടായി. അധ്യാപക ഫോൺ എടുത്തില്ല. അതിനുശേഷം ഞാൻ വിളിച്ച അധ്യാപക ഫോൺ എടുത്തിട്ട് ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒച്ചുണ്ടാക്കിയതിൻ്റെ പേരിൽ അടിച്ചു എന്നാണ് പ്രധാന അധ്യാപക നമ്മുടെ അടുത്ത് തന്ന വിവരം. ഒച്ചുണ്ടാക്കിയതിനല്ല, എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയെയും ഈ രീതിയിൽ ആക്രമിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. ഈ ഒരു നിലപാട് പ്രതിഷേധിച്ചിട്ട് SFI നാളെ സ്കൂളിനകത്തേക്ക് വലിയ പ്രതിഷേധം നടത്തുമെന്ന് തന്നെയാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. പ്രധാന അധ്യാപകരായിട്ട് നമ്മളിന്ന് സംസാരിച്ചു. അവർ പറഞ്ഞത് തന്നെയാണ്, ഒച്ചുണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് അടിച്ചു എന്നാണ്. സൗണ്ട് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് അടിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇതവിടെ ഗുണ്ടകളായിട്ട് അധ്യാപകർ മാറുകയാണ്. അപ്പോൾ നിരന്തരം കഴിഞ്ഞ വർഷം നിങ്ങൾ തന്നെയാണ് അത് കവർ ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഇതേമാതിരി ഒരു വിഷയം ഉണ്ടായി. ഇതൊരു തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് PTMനകത്ത് നിന്നുള്ള ഏത് സ്കൂളിലും വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്നാണ് SFI രൂപത്തിൽ പറയാനുള്ളത്. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളും ദ്വിവർഷ ലാറ്ററൽ എൻട്രി കോഴ്സുകളും AICTEയുടെയും SPTയുടെയും അംഗീകാരത്തോടെ നൽകപ്പെടുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ജോബ് ഓറിയന്റഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ്, ക്യാഡ് കോഴ്സുകൾക്ക് പ്രത്യേക ട്രെയിനിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ടെക് ഫെസ്റ്റുകൾ, അത്യാധുനിക ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്നു തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെറുപ്പുളശ്ശേരി.